നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നിമിഷങ്ങളെയും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെയും കഥകളിലൂടെ പകർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഇടമാണിത്. അക്ഷരങ്ങളിലൂടെയും ഭാവനയുടെയും പുതിയൊരു ലോകം തീർക്കാൻ എമി സ്റ്റോറി വേൾഡ് ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങൾ കേട്ട അനഘയുടെയും ആര്യയുടെയും കഥ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സ്നേഹവും പിണക്കവും കുസൃതികളും നിറഞ്ഞ ഒരുപടി ചെറുകഥകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വലിയ നോവലായിട്ടൊന്നും എഴുതാൻ സാധിക്കില്ലെങ്കിലും ഇതും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സ്നേഹവും എനിക്ക് വലിയ കരുത്തായിരിക്കും. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ഈ കഥയാത്ര തുടങ്ങാം. എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. പുലരിയുടെ മഞ്ഞത്തുള്ളികൾ, ഇനിയും മായാത്ത ആ സുന്ദരമായ പ്രഭാതം. നീലക്കൽ എന്ന പുരാതനമായ തറവാട് ഉണർന്നു കഴിഞ്ഞിരുന്നു. കിളികളുടെ കൊഞ്ചലിനൊപ്പം അവിടുത്തെ 2 പെൺകുട്ടികളുടെ ചിരിയും ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വന്ന അനഘയും ആര്യയും ഒരേപോലെ പൊന്മാൻ നിറത്തിലുള്ള ധാവണിയാണ് ധരിച്ചതും. ആ നിറം അവരുടെ പ്രസരിപ്പിനും മാറ്റുകൂട്ടിയിരുന്നു. മുടി കോതിയൊരുക്കിക്കൊണ്ടിരുന്ന അനഘയുടെ അരികിലേക്ക് കുസൃതിയോടെ ആര്യ ഓടിയെത്തി. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു ചാന്തുപൊട്ടും കൺമഷിയുമുണ്ട്. "ഇങ്ങോട്ടിരുന്നേ ചേച്ചി, ഈ പൊട്ടൊന്ന് ഞാൻ തൊട്ടു തരട്ടെ," ആര്യ വാശിയോടെ പറഞ്ഞു. അനഘ ചിരിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ ഇരുന്നു കൊടുത്തു. "ഈ കണ്ണ് ഇങ്ങനെ തന്നെ എഴുതണം, എങ്കിലേ ആ ലുക്ക് കിട്ടും" എന്ന് പിറുപിറുത്തുകൊണ്ട് ആര്യ വളരെ സൂക്ഷ്മതയോടെ അനഘയുടെ കണ്ണുകളിൽ കൺമഷി പടർത്തി. കണ്ണാടിയിൽ നോക്കി അനഘ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ആര്യ അവിടെയും നിർത്തിയില്ല. "കഴുത്തിങ്ങനെ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല, ഒരു മിനിറ്റേ." അവൾ ഓടിച്ചെന്ന് തൻ്റെ ഫാൻസി ബോക്സിൽ നിന്നും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മനോഹരമായ ഒരു ബ്ലൂ കളർ പെൻഡൻ്റുള്ള റോൾഡ് ഗോൾഡ് നെക്ലസ് എടുത്തു കൊണ്ടുവന്നു. അവൾ അത് അനഘയുടെ കഴുത്തിൽ മെല്ലെ അണിയിച്ചു കൊടുത്തു. കണ്ണാടിയിലേക്ക് നോക്കി ആര്യ ആവേശത്തോടു കൂടി പറഞ്ഞു, "കണ്ടോ, ഇപ്പോഴാണ് എൻ്റെ ചേച്ചിയെ കാണാൻ ശരിക്കും ഒരു ദേവിയെപ്പോലെ തോന്നുന്നത്. കരിനീല കണ്ണുള്ള ഈ പൊന്മാൻ വേഷത്തിൽ ചേച്ചി ഒരു ദേവിയെപ്പോലെ തോന്നുന്നുണ്ട്." അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞവർ ഉമ്മറത്തേക്കിറങ്ങി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്ന അമ്മയുടെ അരികിലെത്തി അവർ അനുഗ്രഹം വാങ്ങി. "അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം" എന്ന് യാത്ര പറഞ്ഞ് അവർ മുറ്റത്തേക്കിറങ്ങി. നിലാക്കൽ തറവാടിൻ്റെ പടി കടന്ന് അവർ പാടവരമ്പത്തേക്ക് കയറി. ചുറ്റും പച്ചപ്പട്ട് വിരിച്ച പാടങ്ങൾ. അതിനിടയിലൂടെ വീതി കുറഞ്ഞ വരമ്പിലൂടെ പാവാടത്തുമ്പ് ഉയർത്തിപ്പിടിച്ച് അവർ നടന്നു. കാറ്റിൽ അവരുടെ ധാവണി തലപ്പുകൾ പൊന്മാൻ ചിറകുകൾ പോലെ ഉലഞ്ഞുപോയി. ദൂരെ അമ്പലത്തിലെ മണിനാദം കേൾക്കാം. പ്രകൃതിയും അവരും ഒന്നായ ആ നിമിഷം ഒരു മനോഹരമായ ചിത്രം പോലെ ആ ഗ്രാമവഴിയിൽ തെളിഞ്ഞു നിന്നു. പാടവരമ്പും കടന്ന് അനഘയും ആര്യയും അമ്പലത്തിലെ വഴിയ ഗോപുരവാതിൽക്കലെത്തിയപ്പോൾ സമയം തെളിഞ്ഞു തുടങ്ങിയിരുന്നു. പൊന്മാൻ നിറമുള്ള ധാവണിയിൽ മിന്നിത്തിളങ്ങി വരുന്ന ആ സഹോദരിമാരെ കണ്ടപ്പോൾ അമ്പലപ്പറമ്പിലുണ്ടായിരുന്നവർ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഐശ്വര്യം തുളുമ്പുന്ന അനഘയുടെ മുഖവും കൂട്ടിന് കുസൃതി ചിരിയോടെ നിൽക്കുന്ന ആര്യയും ആ പരിസരത്തിൽ ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. അമ്പലത്തിലെ വലിയ ആലിൻതറയിൽ പതിവ് പോലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അനഘയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവിടെ തമ്പടിക്കുന്നവരാണ് അവരിലേറെയും. അവർ നടന്നടുക്കുന്നത് കണ്ടപ്പോൾ ആലിൻതറയിൽ ചെറിയൊരു അനക്കമുണ്ടായി. അവർക്കരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു വിരുദ്ധൻ അല്പം ശബ്ദമുയർത്തി തന്നെ പറഞ്ഞു, "ഇന്ന് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയേക്കാൾ തിളക്കം ആർക്കാണെന്ന് ചോദിച്ചാൽ സംശയിക്കാതെ പറയാം, ആ നിൽക്കുന്ന ആൾക്കാണെന്ന്." അനഘ അത് കേട്ട ഭാവം നടിക്കാതെ തല താഴ്ത്തി നടന്നു. "പക്ഷേ കൂടെയുള്ളത് ആരെയാണല്ലോ." അവൾ പെട്ടെന്ന് നടത്ത നിർത്തി ആലിൻതറയിലേക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇടുപ്പിൽ കൈകൾ കുത്തി അവൾ ചെറുപ്പക്കാരനെ നോക്കി പുരുകം ചൊളിച്ചു. "എന്താ ഏട്ടന്മാരെ, ഒരു തിളക്കക്കുറവ് പോലെ തോന്നുന്നുണ്ടോ എന്നെ കണ്ടപ്പോൾ?" ആര്യയുടെ ചോദ്യം കേട്ട് അവർ ഒന്ന് പതറി. "അല്ല, ഞങ്ങൾ പറഞ്ഞത് ചേച്ചിയെ ഭംഗിയെക്കുറിച്ചാ," അവൻ വിനയത്തോടെ തിരുത്തി പറഞ്ഞു. ആര്യ ഒരു കള്ളച്ചിരിയോടെ മറുപടി കൊടുത്തു. "എൻ്റെ ചേച്ചി സുന്ദരിയാണെന്ന് ഞങ്ങൾ പണ്ടേ അറിയാം. പക്ഷെ അത് കാണാൻ കണ്ണട വെച്ച് നോക്കേണ്ട കാര്യമില്ല. ഇനി കമൻ്റ് അടിക്കാനാണെങ്കിൽ അധികം മെനക്കെടേണ്ട. ചേച്ചിയെ നോക്കി സമയം കളയാതെ പോയി 4 പ്രദക്ഷിണം വെക്കാൻ നോക്ക്, പുണ്യം കിട്ടും."
അവളുടെ തൻ്റെ ഇടത്തോടൊപ്പമുള്ള മറുപടി കേട്ട് ആലിൻതറയിലെ ചെറുപ്പക്കാർക്കിടയിൽ ചിരി പടർന്നു. അനഘ ചിരിയടക്കാൻ പാടുപെട്ട് ആര്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. മതിയടി നിന്റെ പ്രസംഗം, വാ പോകാം. അനഘ നാണത്തോടെ അവളെയും കൂട്ടി അമ്പലത്തിനടുത്തേക്ക് നടന്നു. പിന്നിൽ ആര്യയുടെ കുസൃതി ചിരിയുമുണ്ട്. അനഘയെ കണ്ണിമ വെക്കാതെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം കണ്ണുകൾ മാത്രം അവശേഷിച്ചു അപ്പോഴും. പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആര്യ പതിയെ അനഘയുടെ കാതിൽ മന്ത്രിച്ചു. അമ്പലത്തിൽ നിന്നും തൊയ്തിറങ്ങി അവർ നേരെ പാടവരമ്പത്തേക്ക് കയറി. കണ്ടോ ചേച്ചി, എൻ്റെ സെലക്ഷൻ മോശമല്ലല്ലോ. ആ നെക്ലേസും കൂടി വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. അനഘ അവളെ നോക്കി ഒരു നുള്ള് വെച്ചു കൊടുത്തു. അപ്പോഴേക്കും അവർ വീട്ടിലേക്ക് എത്തിയിരുന്നു. സോപാനത്തിലെ പടികൾ കയറിയിട്ടാണ് അവൾ ഇതെല്ലാം പറഞ്ഞത്. വീട്ടുമുറ്റത്തെ മാവിൻ കൊമ്പിൽ നിന്നും കിളികളുടെ ചിലക്കൽ കേട്ടു തുടങ്ങിയിട്ടേയുള്ളൂ. അനഘ തൻ്റെ മെറൂൺ നിറത്തിലുള്ള അനാർക്കലി ചുരിദാറിൻ്റെ ഷാൾ അരയിൽ മുറുക്കി കെട്ടി പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾ വീണു കിടക്കുന്ന ആ വിശാലമായ മുറ്റം അടിച്ചു വാരാൻ അവൾ ചൂലുമായി ഇറങ്ങി. ഏകദേശം 1 ഏക്കറോളം വരുന്ന ആ വലിയ പറമ്പ് വൃത്തിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണിയുമല്ല. എങ്കിലും അവൾക്കതിൽ പരാതിയില്ല. അതേസമയം വീടിൻ്റെ ഹാളിൽ ചായക്കൊപ്പം കയ്യിലേന്തി TV കാണുകയായിരുന്ന അനുജത്തി ആര്യ അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദങ്ങൾ മുഴങ്ങി കേട്ടിരുന്നു. മോളെ അനു, നിനക്ക് ചായ വേണ്ടേ? മുറ്റത്തെ കരിയിലകൾ വശങ്ങളിലേക്ക് നീക്കുന്നതിനിടയിൽ അനഘ അമ്മയുടെ ചോദ്യം കേട്ടു കൊണ്ട് വിളിച്ചു പറഞ്ഞു. ആ അമ്മേ, മുറ്റമുടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാം. അമ്മ ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടത് സോഫയിലിരുന്ന് സുഖമായി ചായ കുടിക്കുന്ന ആര്യയാണ്. അമ്മയുടെ ഉള്ളിലെ ദേഷ്യം ഒന്ന് ഇരമ്പിക്കയറി. ഓ, ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് അവളെ ഒന്ന് സഹായിച്ചാലെന്താ? നിന്റെ ചേച്ചിയെ കണ്ടില്ലേ? 1 ഏക്കർ പറമ്പ് അടിച്ചു വാരി വീടും വൃത്തിയാക്കിയിട്ടാണ് അവൾ കോളേജിലേക്ക് തന്നെ പോകുന്നത്. പെൺകുട്ടികളായാൽ അങ്ങനെ വേണം. ആരെയൊന്ന് പരിഹസിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അതിനെന്താ, അച്ഛൻ അവളെ താലോലിച്ച് വളർത്തുകയല്ലേ, പിന്നെങ്ങനെ? ഇത് കേട്ടതും മുറ്റം അടിച്ചു തീർത്ത് വിയർപ്പ് തുള്ളികളുമായി അകത്തേക്ക് വന്ന അനഘ ചിരിച്ചുകൊണ്ട് അമ്മയോടായി പറഞ്ഞു. മതി അമ്മേ, അവളെ ഒന്നും പറയണ്ട. അവൾ പാവമല്ലേ, 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി വലുതാവട്ടെ, അപ്പോൾ നമുക്ക് അവളെ കൊണ്ട് പണിയെടുപ്പിക്കാം. അമ്മ അനഘക്കായി ചായ പകർന്നു നൽകി. ദാ നിന്റെ ചായ. അനഘ ആ ചായക്കപ്പുമായി ആര്യയുടെ അടുത്തേക്ക് ചെന്നു. രണ്ടാളും അല്പനേരം വിശേഷങ്ങൾ പങ്കുവെച്ച് ചായയും കുടിച്ചു. സമയം പോയതേ അറിഞ്ഞില്ല. കോളേജിൽ പോകാൻ സമയമാണെന്ന് മനസ്സിലാക്കിയ അനഘ വേഗം പോയി വസ്ത്രം മാറി തയ്യാറായി. ബാഗും തൂക്കി അമ്മയോട് യാത്ര പറഞ്ഞ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ കോളേജിലേക്ക് ഇറങ്ങി. അനഘയുടെ സൗന്ദര്യം ഒരു പ്രത്യേകതരം വശ്യതയുള്ളതാണ്. ഇടതുറന്ന കാർക്കൂന്തൽ പകുതിയോളം വിടർത്തിയിട്ടിരിക്കുന്നു. വലയ വിടർന്ന കണ്ണുകളിൽ എപ്പോഴും ഒരു ചെറിയ കുസൃതിയും ഗൗരവം ഒളിച്ചിരിപ്പുണ്ടാവും. ചന്ദന നിറമുള്ള അവളുടെ തൊലിപ്പുറപ്പ് സൂര്യപ്രകാശം തട്ടുമ്പോൾ തന്നെ അവളൊരു സ്വർണ്ണ പ്രതിമയെ പോലെ തിളങ്ങും. അധികം ആഭരണങ്ങളൊന്നും അണിയാറില്ലെങ്കിലും ഇടയ്ക്കിടെ കാറ്റിൽ അവളുടെ ആടുന്ന ചെറിയ കമ്മലുകൾ മുഖത്തിന് പ്രത്യേക ഒരു ചന്തം നൽകുന്നുണ്ട്.